നമസ്കാരം. എൻ്റെ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചെന്നൈയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെന്നൈ FC മത്സര വിശകലനവുമായാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു മത്സര വിജയം അനിവാര്യമായിരുന്നു. അതിനേക്കാളേറെ അവരുടെ ആരാധകർക്കും. അവസാനം അത് സംഭവിച്ചു. കൊച്ചി ആവർത്തിച്ചു. ചെന്നൈയിൻ FCയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തി വിലപ്പെട്ട 3 പോയിന്റുകൾ നേടി. കളി തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് നയം വ്യക്തമാക്കി. അഡ്രിയാൻ ലൂണ, ഹെസ്യൂസ് ഹിമിനസ്, ക്വാമി പെപ്ര ത്രയം മുന്നേറ്റ നിരയിൽ ശോഭിച്ചു. കളി തുടങ്ങി 2-ാം മിനിറ്റിൽ ഹെസ്യൂസ് ഹിമിനസ് ചെന്നൈയുടെ വല കുലുക്കി. ഗോൾ ലഭിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് ഹെസ്യൂസ് ഹിമിനസ് തൊടുത്തുവിട്ട ബോൾ ഗോളി നവാസിനെയും കബളിപ്പിച്ച് വലയിലാവുകയായിരുന്നു. ചെന്നൈയുടെ ഫോർവേഡ് ജോർദാനിയൻ റെഡ് കാർഡ് കണ്ട് പുറത്തായത് കാര്യങ്ങൾ എളുപ്പമാക്കി. 48-ാം മിനിറ്റിൽ കോറോ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഗോൾ 56-ാം മിനിറ്റിൽ ക്വാമി പെപ്ര നേടി. ലൂണയുടെ അസിസ്റ്റിൽ പിറന്ന ഒരു ഷോട്ട് നിലം തൊടും മുൻപേ ഇടംകാലുകൊണ്ട് ക്വാമി പെപ്ര വലയിലാക്കുകയായിരുന്നു. 91-ാം മിനിറ്റിൽ ബെരേറ്റോ ചെന്നൈയുടെ ആശ്വാസ ഗോൾ നേടി. 79-ാം മിനിറ്റിൽ ഹിമിനസിന് പകരമായി നോവ സദുവയെയും അമാവിയയ്ക്ക് പകരമായി ഇഷാൻ പണ്ഡിതിയെയും പരീക്ഷിച്ചു. ഈ മത്സരത്തോടുകൂടി 19 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 24 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ ആഹ്ലാദിക്കാൻ വക നൽകുന്നതായി ഇന്നത്തെ വിജയം.